ഇന്ത്യൻ ഫുട്ബോൾ അനിശ്ചിതാവസ്ഥയിലാണ്. ഇവിടെ സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല, ബ്രോഡ്കാസ്റ്റേഴ്സിനെ കിട്ടുന്നില്ല, മാങ്ങയാണ് തേങ്ങയാണ് എന്നിങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാനുള്ളെങ്കിലും അതിൻ്റെ എല്ലാം കാരണം ഒന്ന് മാത്രമാണ്: പിടിപ്പ് കേട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സൂപ്പർ ലീഗ് കേരള ശൈശവത്തിൽ കഴിഞ്ഞ സീസണിൽ മാത്രം ഉദയം ചെയ്ത ഒരു ലീഗിലേക്ക് വന്നിരിക്കുന്ന സ്ട്രീമിംഗ് റൈറ്റ്സ് 100 കോടിയോളം വരുന്ന എമൗണ്ട് ആണ്. 100 കോടിയോളം, ഏകദേശം 97 കോടിയിലധികം വരുന്ന റൈറ്റ്. എക്സാക്ട്ലി പറഞ്ഞാൽ $11.6 മില്യൺ കോൺട്രാക്റ്റ് ആണ് സൂപ്പർ ലീഗ് കേരളയുടെ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് sports.com ചെലവഴിച്ചിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് സൂപ്പർ ലീഗ് കേരളയുമായിട്ട് ഇവരൊരു കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മാത്രം ഉദയം ചെയ്ത കേരള സൂപ്പർ ലീഗ് എന്ന സൂപ്പർ ലീഗ് കേരളയിലേക്ക് sports.comന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഒന്ന്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല, അവർ ഒരുപാട് രാജ്യങ്ങളിൽ വളരെ വലിയ ലീഗുകളിൽ ഇൻവെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം ജസ്റ്റ് സ്ട്രീമിങ്, ഗെയിമിങ്, സ്പോൺസർഷിപ്പ് എന്നിവയ്ക്ക് മാത്രമാണ് 11.6 മില്യൺ അവർ മുടക്കുന്നത്. പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവരുടെ ആദ്യത്തെ കൊമേഴ്സ്യൽ കോൺട്രാക്ട് സൂപ്പർ ലീഗ് കേരളയുമായിട്ടാണ്. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന് ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അത്രയും വിസിബിലിറ്റി ഇല്ലാത്ത കഴിഞ്ഞ സീസണിൽ മാത്രം ഉദയം കൊണ്ട സൂപ്പർ ലീഗ് കേരളയ്ക്ക് 100 കോടിയോളം രൂപ സ്ട്രീമിംഗ് റൈറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരുമ്പം ഇവിടെ ഫുട്ബോളിന് പൊട്ടൻഷ്യൽ ഇല്ല, വളരുന്നില്ല, മാർക്കറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പിടിപ്പ് കേടും എക്സ്ക്യൂസും മാത്രമാണ് സുഹൃത്തുക്കളെ. ഏതായാലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് sports.comന്റെ ഒരു സ്ട്രീമിംഗ് കോൺട്രാക്ട് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുമായിട്ടാണ്. 5 വർഷത്തേക്ക് $11.6 മില്യൺ. അതായത് ഇന്ത്യൻ വാല്യൂമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 97 കോടി രൂപയിലധികം ഇവിടുത്തെ സ്ട്രീമിങ്ങിന് വേണ്ടി, ബ്രോഡ്കാസ്റ്റിങ്ങിനല്ല, ആപ്ലിക്കേഷൻ വഴിയുള്ള സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും എമൗണ്ട് ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഗെയിമിങ്, പിന്നെ സ്പോൺസർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ബ്രോഡ്കാസ്റ്റേഴ്സിനെ കിട്ടുന്നില്ല, സ്ട്രീമേഴ്സിനെ കിട്ടുന്നില്ല, മാങ്ങയാണ് തേങ്ങയാണ്, നഷ്ടത്തിലാണ് എന്നുള്ള കരച്ചിലുകൾ, ഇതിന് എന്ത് മറുപടി പറയും? പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒഴുകും. അതങ്ങനെ തന്നെയാണ്, കാലം തെളിയിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണത്.